ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിയാറിനെ കുറിച്ചിട്ടാണ്. സിയാറിൻ്റെ വേരിയൻസ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ സിയാറിൻ്റെ പ്രൈസും ലിസ്റ്റും ഇങ്ങനെ കേട്ടോ. സിയാറയ്ക്ക് ഇത്രത്തോളം വേരിയൻസ് ഉണ്ട്: സ്മാർട്ട് പ്ലസ്, പ്യുവർ, പ്യുവർ പ്ലസ്, അഡ്വഞ്ചർ, അഡ്വഞ്ചർ പ്ലസ്, അക്കംപ്ലിഷ്, അക്കംപ്ലിഷ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേരിയൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇനി അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 എഞ്ചിൻ ടൈപ്സ് ആണ് വരുന്നത്. ഇതിന്റെ പവറും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് സി സെഗ്മെന്റ് വണ്ടിയാണെന്ന് അറിയാലോ. സി സെഗ്മെന്റിൽ വേറെ ഉള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രെറ്റയും, സെൽട്ടോസും, വിക്ടോറിയസും അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ പവർ റേഷ്യോസും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടില്ലോ എത്ര പവർഫുൾ ആണ് ഈ വണ്ടി എന്നുള്ളത്. സിയാറയുടെ നമ്മുടെ ടോട്ടൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4340 mm ആണ് കേട്ടോ വരുന്നത്. ഏകദേശം ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡറിന്റെ ഒക്കെ ഏകദേശം ആ വലുപ്പം തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയാണ് ഏറ്റവും വൈഡസ്റ്റ് ആയിട്ട് വരുന്നത്, ടോളസ്റ്റും. അതേപോലെ ലോങ്സ്റ്റ് വീൽ ബേസ് ഉള്ള വണ്ടി ഇതാണ് കേട്ടോ വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ്. അതേപോലെ ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്, 350 mm ആണ്. കാരണം സ്പേസിലാണ് ഇന്റർ വീൽ ബേസിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ ഇത് വരുന്നത്, സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത്. അതേപോലെ ടയർ ടൈപ്പ് 2 വരുന്നുണ്ട്. ബേസ് മോഡൽസിൽ 17 ഇഞ്ചും അതേപോലെ ഹയർ വേരിയന്റിലേക്ക് പോകുമ്പോൾ 19 ഇഞ്ചായി മാറുന്നുണ്ട് കേട്ടോ. ആണെങ്കിൽ ഫസ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞത്, ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞത് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്, ബേസ് മോഡലാണ്. ആ ബേസ് മോഡൽ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് 2 പവർ ട്രെയിൻ ഓപ്ഷനിലാണ് കിട്ടുന്നത്. മാനുവൽ പെട്രോളും അതേപോലെ ഡീസൽ പെട്രോൾ എഞ്ചിനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സിയാറിന്റെ ഒരു ഓവറോൾ ബേസ് മോഡലിന്റെ ലുക്ക് വരിക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് ബേസ് മോഡൽ ലുക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, അലോയ് വീൽസ് ഒന്നും ഇല്ല. അതേപോലെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട 6 എയർ ബാഗും കാര്യങ്ങളും എന്തായാലും ടാറ്റ വണ്ടികളിൽ 5 സ്റ്റാർ സേഫ്റ്റി മസ്റ്റാണ്, എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണ്. അതേപോലെ LED DRLസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തത്. അതൊരു പ്രീമിയംനെസ് ഫീച്ചർ ആണ്. ബട്ട് അതൊരു പ്രാക്ടിക്കൽ യൂസിന് പറ്റൂ എന്ന് എനിക്കറിയില്ല. എനിക്ക് എത്രത്തോളം ഇഷ്ടമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ. ഓൾ ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസ്സായിട്ട് വരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് സിസ്റ്റം, അതായത് ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അതിലില്ല എന്നുള്ളതൊരു മിസ് തന്നെയാണ്. ഏകദേശം 14 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അപ്പോൾ അതില്ലാത്തത് ഭയങ്കര വലിയൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓട്ടോ AC ഇല്ല, പാർസൽ ട്രേ ഇല്ല, വീൽ കവേഴ്സ് കൊടുക്കുന്നില്ല, റിയർ ആംറസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നില്ല. ബാക്കിയുള്ള വേരിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത്ര പൈസ വരുന്നുണ്ട്. കാരണം ഇത്രയൊന്നും ബേസ് മോഡലിൽ വേറെ വേരിയൻസിന് വരുന്നില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ അതിലേക്ക് വരുമ്പോൾ ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ഒഴിച്ച് ബാക്കി എല്ലാ പവർ ട്രെയിനിലും വണ്ടി അവൈലബിൾ ആണ്. ഇതിന്റെ പേര് പ്യുവർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി പ്യുവറിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ പ്യുവറിലേക്ക് വരുമ്പോൾ മറ്റേ നമ്മുടെ മുന്നത്തെ സ്മാർട്ട് പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആഡ് ആവുന്നുണ്ട്. 10.2 ഇഞ്ചസിൻ്റെ വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ആഡ് ആവുന്നത്. അതേപോലെ 4 സ്പീക്കറും 4 ട്വിറ്റേഴ്സും ആഡ് ആവുന്നുണ്ട്. വയർലെസ് ഓട്ടോ, ആൻഡ്രോയിഡ് ഓട്ടോ, അതേപോലെ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. FM സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. സ്റ്റീരിയോന്റെ മെയിൻ കൺട്രോളും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. വീൽ കവേഴ്സും കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട്. ഫോൾഡബിൾ ORVMs വരുന്നുണ്ട്. മിററൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ടയർ പ്രഷർ മോണിറ്ററിങ്, ഹിൽ ഡിസൈൻ കൺട്രോൾ കാര്യങ്ങൾ, റിയർ ക്യാമറ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട് മെയിനായിട്ട്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കട്ടോ. ഇതിലൊക്കെ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ നല്ലൊരു മോഡലാണ്. മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹെഡ് ലാംപ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, ബാക്കിൽ വൈപ്പർ ഇല്ല, ഓട്ടോ AC കാര്യങ്ങൾ കൊടുക്കുന്നില്ല, ഡിഫോഗർ വൈപ്പർ കാര്യങ്ങളും പറയാം, പാർസൽ ട്രേ കൊടുക്കുന്നില്ല, ആംറസ്റ്റ് കാര്യങ്ങളും ബാക്കിൽ ആംറസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നില്ല. ഇത്രയാണ് ഇതിലൊരു മിസ്സിംഗ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് കേട്ടോ. നമുക്ക് കാണാമല്ലോ അതിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേരിയന്റിലേക്ക് നമുക്ക് പോവാം. പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വേരിയന്റ് ആണ് ഒരു സ്മാർട്ട് ബൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വേരിയന്റ്. ഏകദേശം എല്ലാ പവർ ട്രെയിനിലും എക്സെപ്റ്റ് ടെർബോയിൽ ഒഴിച്ച് ബാക്കി എല്ലാ പവർ ട്രെയിൻ, നാച്ചുറൽ എക്സ്പെർട്ട്, പെട്രോൾ എഞ്ചിനിലും കാര്യത്തിലൊക്കെ കിട്ടുന്നുണ്ടോ. ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു വണ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഫീച്ചറും നിങ്ങൾ പരസ്യത്തിലൊക്കെ കാണുന്ന അത്ര തന്നെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഓട്ടോ ലാംപ്സും കാര്യങ്ങളും വൈപ്പറും കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട്. ഡ്യുവൽ ടോൺ AC കാര്യങ്ങൾ, ഡ്യുവൽ സോൺ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കണ്ടറിയാം. പിന്നെ 17 ഇഞ്ച് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു മോഡൽ കൺസിഡർ ചെയ്യേണ്ട പൈസ ഉണ്ടെങ്കിൽ മിനിമം ഇത്രത്തോളം ഈ ഒരു ഫീച്ചർ, ഈ ഒരു വേരിയൻ്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നാണ് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒരു വാല്യൂ ഫോർ മണി ആയിരിക്കും തോന്നുന്നു. കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് അറിയില്ല. ഞാൻ ഓൺ റോഡ് പ്രൈസ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് ഞാൻ എക്സാക്ട് പറഞ്ഞുതരാം ഏതായിരിക്കും എക്സാക്ട് വാല്യൂ ഫോർ മണി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിലേക്ക് വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വേരിയന്റിലേക്ക് വരികയാണെങ്കിൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടർബോ 80 ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ അവൈലബിൾ അല്ല കേട്ടോ. എന്താണെന്ന് കാര്യം അറിയില്ല, അതിൽ അവൈലബിൾ അല്ല. ടർബോ പെട്രോൾ എഞ്ചിനും അവൈലബിൾ അല്ല. അതാണ് ഒരു ചേഞ്ചസ് ഉള്ളത്. ഫസ്റ്റ് വരുന്ന ചേഞ്ച് അതാണ് വരുന്നത്. ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അതിൽ 360 ക്യാമറ ആഡ് ആവുന്നുണ്ട്. 7 ഇഞ്ച് ഫുള്ളി കളേർഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആഡ് ആവുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറും കാര്യങ്ങളും, ഫോഗ് ലാംപ്സും കാര്യങ്ങളും, പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടും റിയറും പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട് കേട്ടോ. റിയൽ പാർസെറ്റർ ഈ ഇത് മുതലാണ് കേട്ടോ വരുന്നത്. റൂഫ് റെയിൽസും കാര്യങ്ങളും ഒരു SUV ലുക്കൊക്കെ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ വേരിയന്റ് മുതലാണ് കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ ഒരു ചേഞ്ചസ് വരുന്നത്. നമുക്ക് ഇനി അടുത്ത വേരിയന്റിലേക്ക് നോക്കാം. അതായത് അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് എന്താണെന്ന് നോക്കാം. അഡ്വഞ്ചർ പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമൽ പെട്രോൾ 80 എഞ്ചിൻ ഓട്ടോമാറ്റിക് എഞ്ചിൻ പവർ ട്രെയിൻ മാറുന്നുണ്ട് കേട്ടോ. അത് ഈ വേരിയന്റ് മുതൽ അവൈലബിൾ അല്ല. ഈ വേരിയന്റ് മുതൽ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മെയിൻ ഫീച്ചറും കാര്യങ്ങളും വരുമ്പോൾ ചേഞ്ച് വരുന്നത് 12 ഇഞ്ചിലേക്ക് മാറുന്നുണ്ട് ടച്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 10.25 ഇഞ്ചിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. വലുതാവുന്നുണ്ട് സ്ക്രീനും കാര്യങ്ങളും. പിന്നെ 18 ഇഞ്ചിന്റെ അലോയ് വീൽസും കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട് കേട്ടോ. 60/40 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഈ വേരിയന്റ് മുതലാണ് ആഡ് ആവുന്നത്. അപ്പം റിയർ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ വേരിയന്റ് മുതലാണ് കേട്ടോ ആഡ് ആവുന്നത്. പിന്നെ കൂൾ ഗ്ലൗ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും കേട്ടോ. പനിലേക്ക് വരികയാണെങ്കിലുള്ള ഒരു മോഡലാണ് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കേട്ടോ. ഇതിലേക്ക് വരുമ്പോഴും സെയിം ആസ് അബവ് നമുക്ക് 80 വരുന്നില്ല കേട്ടോ, നോർമൽ പെട്രോൾ എഞ്ചിൻ. ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ പെട്രോൾ എഞ്ചിനും നിങ്ങൾക്ക് അഡാസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് സെയിം തന്നെയാണ്. അഡാസ് സൈഡായതാണ് വലിയൊരു കാര്യമായിട്ട് വരുന്നത്. പിന്നെ സീറ്റ് 6 വേ പവേർഡ് സീറ്റാണ് വരുന്നത്, ഡ്രൈവർ സീറ്റ്. വെന്റിലേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. സൗണ്ടിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. സ്റ്റീരിയോ അതായത് 5.1 സറൗണ്ട് സൗണ്ടും കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട്. ഡോൾബി അറ്റ്മോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. JBLന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള മെയിൻ ചേഞ്ചസും വരുന്നത് കേട്ടോ. അഡാസ് സൈഡ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിലൊരു നോർമൽ പെട്രോൾ എഞ്ചിനും നിങ്ങൾക്ക് അഡാസ് കിട്ടുക എന്ന് പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. കാരണം ചില ആൾക്കാർക്ക് മൈലേജും കാര്യങ്ങളും ടർബോന്റെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും നോർമൽ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ആ ഒരു ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരിതാണ്. അതായത് അഡാസ് വേണം, അഡാസിലെ എല്ലാ കാര്യങ്ങളും പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അത് 80-ലായാലും മാനുവലായാലും. പെട്രോൾ 80 മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. കൺഫേം ചെയ്തിട്ട് പറയാം. അതേപോലെ ഡീസൽ മാനുവലും അതേപോലെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, 80 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ, ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എടുത്ത് പറയേണ്ടത് 12 ഇഞ്ചസിൻ്റെ 2 ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അലക്സ കമാൻഡ്സും കാര്യങ്ങളും ഇതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബിൽഡിൻ നാവിഗേഷൻ വരുന്നുണ്ട്. റിയർ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്ലൈൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിനനുസരിച്ച് അതിനനുസരിച്ച് ബ്ലൈൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം. ടെയിൽ ഗേറ്റ്, പവേർഡ് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. മെമ്മറി ആൻഡ് വെൽക്കം ഫോർ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. അതായത് കുറച്ച് ഡ്രൈവർ സീറ്റ് ബാക്കോട്ടായി വരുന്നതൊക്കെ ആ ഫീച്ചറൊക്കെ. ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് IRVMസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഇതിലും നമുക്കൊരു മിസ്സിങ് പറയാനുള്ളത് എന്താ പറയുക, ഇത്രത്തോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും കോ പാസഞ്ചർ പവേർഡ് ഫ്രണ്ട് സീറ്റിലെ കോ പാസഞ്ചർ സീറ്റും പവേർഡ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടാറ്റ CRIയുടെ വേരിയൻസ് എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇനി നമുക്ക് വേർഡിറ്റിലേക്ക് പോകാം. നിങ്ങൾ ഏത് വേരിയന്റ് എടുക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേരിയന്റ് എടുത്താൽ നന്നായിരിക്കും തോന്നുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് മിനിമം വേണ്ട ഒരു ഫീച്ചറും കാര്യങ്ങളും ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 വേരിയൻസ് ഒക്കെ കമ്പയർ ചെയ്യാൻ 4-5 വേരിയൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ ബേസ് മോഡൽ എടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പൈസ ഉണ്ട്, വാല്യൂ ഫോർ മണി ആണെങ്കിൽ പ്യൂർ പ്ലസ് വേരിയന്റ് ആണ് ബെസ്റ്റ് ഉണ്ടാവുക. അതേപോലെ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നത്. കാരണം ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ വേണമെന്നുണ്ട്. അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ മുതലാണ് ഈ ടർബോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു വേരിയന്റിലേക്ക് നിങ്ങൾ പോകേണ്ടി. ഇപ്പം ഡീസൽ എടുക്കുകയാണെന്ന് കുഴപ്പമില്ല, ഫ്രം ദ ബേസ് മോഡൽ മുതൽ നിങ്ങൾക്ക് ഡീസൽ കിട്ടുന്നുണ്ട്.
അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രീമിയം ആയിട്ടുള്ളൊരു മോഡലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അക്കംപ്ലിഷ് പ്ലസ് ആണ് ടോപ്പ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൺ റോഡ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ എന്താണ് പറയേണ്ടത്, ഈ വീഡിയോ ചെയ്യാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് വാല്യുബിൾ ഓർ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഏത് വണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.